ഇപ്പം എല്ലാവരുടെ കയ്യിലുള്ള ഒരു കാര്യമാണ് എന്താണ് മൊബൈൽ ഫോൺ. ഈ സാധനം കുട്ടികളോട്ടും ചില മുതിർന്നവരെയും എല്ലാവരുടെ കയ്യിലും ഇത് ബെസ്റ്റ് കമ്പാനിയനായിട്ട് കൊണ്ട് നടക്കുന്നതാണ്. ഇനി ഇത് നല്ല രീതിക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും സൂപ്പറായിട്ടൊരു സാധനം ഇതിനപ്പുറം വേറെ ഒന്നുമില്ല. ഞാൻ സത്യം പറയാമല്ലോ, സൂപ്പറാണ്. ടെക്നോളജി വൈസ് ആയാലും നമ്മളെ കാര്യം. പിന്നെ ഇത് ചീത്ത രീതിയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ഒരു രാക്ഷസം വേറെ ഒന്നുമില്ല. അതും നമുക്ക് വരും. പക്ഷെ നമ്മൾ നല്ല രീതിയിലാണ് നമ്മൾ അതിൻ്റെതായ ഒരു രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു നമ്മൾ കോൾ വിളിക്കാൻ മാത്രമല്ല ഇതുപോലത്തെ ഒരു നല്ലൊരു സംഭവം വേറെ അല്ല. അതുപോലെ ചീത്തവശങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, നിങ്ങൾക്ക് എന്നെ അറിയാം. പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നതാണ് അതിൻ്റെ ഒരു കഴിവ് അല്ലേ. പക്ഷേ കുറേയൊക്കെ നമ്മളും ഇതൊക്കെ ഫോൺ അഡിക്റ്റ്. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്ത് ഫോൺ നോക്കി എന്തിനാ ഫുഡ് കഴിക്കുന്നത്? ഞാൻ മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുന്നവർ. ഓക്കെ, വീട്ടിൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പുറത്താണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ സ്ട്രെസ്സ് ഒന്ന് മൈൻഡ് സെറ്റ് മാറാനായിട്ടും അല്ലേ. പക്ഷേ വീട്ടിലൊക്കെ നമുക്ക് ഫാമിലിയോടെ ഇരിക്കുമ്പോൾ കുട്ടികളോടെ ഇരിക്കുമ്പോൾ അതൊന്നും എത്ര സ്പെൻഡ് ചെയ്യാൻ മതി. ഞാൻ ടോപ്പിക്കൊന്നും ഡിവൈറ്റ് ചെയ്യുന്നില്ല. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മെയിനായിട്ടുള്ളൊരു കാര്യം, ഒരു പബ്ലിക് പ്ലേസിൽ പെട്ടെന്ന് ഒരാൾ വന്ന് മൊബൈൽ ചോദിച്ചാൽ എന്തൊക്കെ ചെയ്യണം, അതൊന്ന്. രണ്ട്, നമ്മൾ എന്തൊക്കെ നമ്മളെ ഫോണിൽ സെറ്റ് ചെയ്ത് വെക്കണം, അതിനൊക്കെ പറ്റി കുറച്ച് എനിക്കും ഒരു റീസണായിട്ട് നടന്ന ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതൊക്കെ വെച്ച് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഡിലേ ഇല്ലാതെ വീഡിയോ പോകാം. അച്ചു സാലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഡിലേ ഇല്ലാതെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, പബ്ലിക് പ്ലേസിൽ പെട്ടെന്ന് ഒരാൾ വന്ന് നമ്മളെ ഫോൺ ചോദിക്കുകയാണെങ്കിൽ അയാളിപ്പോൾ ചിലപ്പം ജെന്യൂൻ ആവാം, അല്ലാതിരിക്കാം. എങ്ങനെയുള്ള വ്യക്തിയോ ആയിക്കോട്ടെ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റി ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് പറയുന്നതാണ്. ഫസ്റ്റ്, നമ്മളെ മൊബൈൽ എങ്ങനെയൊക്കെ ഹാക്ക് ചെയ്യപ്പെടാം, അതിനാണ് ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത്. അതിൽ മെയിൻലി നമ്മൾ അറിയേണ്ടത്, നമ്മളിപ്പം ഭയങ്കര വലിയ ബുദ്ധിജീവികളുള്ള സാധാരണക്കാരനൊക്കെ ആണെങ്കിൽ നമ്മളെ മൊബൈലിൽ ആ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഒരു സ്പൈ ആപ്പൊക്കെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് നമ്മുടെ ഡേറ്റാസും നമ്മളെ ഫോണിലെ പ്രൈവറ്റ് കാര്യങ്ങളും എല്ലാം അവർക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു സ്പൈ, അതൊരു ഹിഡൻ ആപ്പാണ്, നമുക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റൂല. അവർക്ക് നമ്മുടെ ഫോണ് കുറച്ച് നേരം കൈ കിട്ടി സ്പൈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡേറ്റാസ് എടുക്കാൻ പറ്റും. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവർ കുറച്ചുകൂടെ വലിയ ടെക്കീസ് ആണ്, അല്ല ആണെങ്കിൽ അവർ ഏതെങ്കിലും ഒരു ലിങ്ക് ഷെയർ ചെയ്യുക, നമ്മളെ വാട്സപ്പ് വഴിയോ മെസ്സേജ് വഴിയോ ഏത് രീതിയിലാവട്ടെ, എന്തെങ്കിലും രീതിയിൽ നമ്മളെ മൊബൈലിൽ അവർക്കൊരു ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ലിങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. എന്താവും? ഓട്ടോമാറ്റിക്കായിട്ട് ആ ലിങ്കിൽ നമ്മളെ സ്പൈ ആപ്പ് ഇൻസ്റ്റാൾ ആവും, നമ്മളെ ഡേറ്റാസ് അവർക്ക് എടുക്കാനും പറ്റും. ലിങ്ക് ഷെയർ ചെയ്തും നമ്മൾ ഏതെങ്കിലും OTP ആരെങ്കിലും ചോദിച്ച് നമ്മൾ അറിയാതെ ഇതൊക്കെ ജെന്യൂൻ ആണെന്ന് തോന്നി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് മിക്കതും നമ്മൾ അച്ഛനമ്മമാർക്കൊക്കെയാണ് കുറച്ച് ഇത് വേണം, നമുക്കും വരാറുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും അതുവഴി നമുക്ക് അവർക്കൊക്കെ ഹാക്കേഴ്സിന് പെട്ടെന്ന് തന്നെ നമ്മളെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇതൊക്കെ നമ്മുടെ ഫോണിൽ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ, നമ്മളെ ഫോൺ ഹാക്ക് ചെയ്തപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അതാണോ എന്നെങ്ങനെ ചെക്ക് ചെയ്യാം? വെറും 3 കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, നമുക്കത് അറിയാൻ പറ്റും. അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ സെറ്റിങ്സിൽ പോവുക, ബാറ്ററി യൂസേജ് നോക്കുക. നമ്മൾ ബാറ്ററി സെലക്ട് ചെയ്യുക, ബാറ്ററി യൂസേജ് ചെയ്യുക. അതിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഹിഡൻ ആപ്പ്, നമ്മുടെ സ്പൈ ആപ്പ് നമ്മളതിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഏറ്റവും കൂടുതൽ നമ്മളെ മൊബൈലിൽ നിന്ന് നമ്മളെ ഡേറ്റാസ് എടുത്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ നമ്മൾ ബാറ്ററി യൂസേജ് കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ബാറ്ററി യൂസേജിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്ത ഏത് ആപ്പ് എന്ന് നോക്കുക. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത ആപ്പ് വല്ലതുമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ റിമൂവ് ചെയ്യുക, അത് ആരോ ഹാക്ക് ചെയ്യപ്പെടുന്ന ഒരു സ്പൈ ആപ്പാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. രണ്ടാമത്തതായിട്ട് നമ്മൾ ഡേറ്റ യൂസേജ്. നമുക്ക് ഒരാളിന്ന് നമ്മളതിൽ സ്പൈ ആപ്പ് വന്നെങ്കിലും നമുക്ക് മറ്റൊരാൾക്ക് അത് ഡേറ്റാസ് വഴി, ഒരു മൊബൈൽ നെറ്റ്വർക്കിംഗ് വഴിയല്ലേ എടുക്കാൻ പറ്റും. നമ്മളെ മൊബൈലിൽ ഓഫ്കോഴ്സ് നമ്മളതിൽ ഡേറ്റ കാണാം, അല്ലെങ്കിൽ പബ്ലിക് വൈഫൈ ആണ്. കഴിവതും പബ്ലിക് വൈഫൈ ഓഫ് ചെയ്തിടുക. നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ സെക്യൂർഡ് ആയിട്ടുള്ള ഏതെങ്കിലും വൈഫൈയോ നിങ്ങളുടെ മൊബൈൽ ഡേറ്റ യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ആ ഡേറ്റ യൂസേജിൽ സെറ്റിങ്സിൽ പോവുക, ഡേറ്റ യൂസേജ് നോക്കുക. ഏറ്റവും കൂടുതൽ ഡേറ്റ യൂസ് ചെയ്തിരിക്കുന്ന ഏത് ആപ്പ് എന്ന് നോക്കുക. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത ഏതെങ്കിലും ആപ്പ്, നമുക്ക് അറിഞ്ഞൂടാത്ത ഏതെങ്കിലും ആപ്പ് ഉണ്ടെങ്കിൽ അതും റിമൂവ് ചെയ്യുക. അപ്പോൾ ബാറ്ററി യൂസേജ്, ഡേറ്റ യൂസേജ്. ഓക്കെ, ഇനി മൂന്നാമത്തത്, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി, നമ്മൾ അഡ്മിൻ സെക്ഷനിൽ ഒരു കൺട്രോളും കൂടെ വേണം. അതും കൂടെ നമുക്ക് നോക്കാം. അത് മൂന്നാമത്തെ കാര്യമാണ്. നമ്മൾ സെറ്റിങ്സിൽ പോവുക, അഡ്മിൻ എന്ന് ടൈപ്പ് ചെയ്യുക. അതിൽ നമുക്ക് എന്തെങ്കിലും ആപ്പ് നമ്മളെ ലിസ്റ്റിൽ ഇല്ലാത്ത എന്തെങ്കിലും ആപ്പ് ആ അഡ്മിൻ സെക്ഷനിൽ ഉണ്ടെങ്കിൽ
അത് അങ്ങ് റിമൂവ് ചെയ്ത് കളയാം. നമുക്ക് അറിഞ്ഞുകൂടാത്ത ആപ്പൊക്കെ നമുക്ക് എന്തിനാണ് അല്ലേ? അപ്പോൾ അതും ഏതെങ്കിലും ഒരു ഹാക്കേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും. അഡ്മിൻ സെക്ഷനിലും നമ്മൾ അറിഞ്ഞുകൂടാത്ത അൺനോൺ ഏതെങ്കിലും ആപ്പ് ഉണ്ടെന്ന് ആ ലിസ്റ്റും കൂടെ ചെക്ക് ചെയ്യുക. ഇതെല്ലാം നമ്മൾ സെറ്റിംഗ്സിൽ ബാറ്ററി യൂസേജ് ഒക്കെ, ഡാറ്റ യൂസേജ്, അഡ്മിൻ സെക്ഷനും കൂടെ ചെക്ക് ചെയ്യുക. ഇതിൽ നമ്മൾ അൺവാണ്ടഡ് ആയിട്ട് ഏതെങ്കിലും ഒരു ആപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഹാക്കേഴ്സിൻ്റെ ആയിരിക്കും. ജസ്റ്റ് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ സേഫ് സോണാണ്. ഓക്കെ, ഇനി ഞാൻ പറയാം, ഇപ്പം നമ്മൾ ഒരു പനി വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു അസുഖം വരുന്നതിന് മുമ്പ് ട്രീറ്റ് ചെയ്യുന്നതാണല്ലോ നല്ലത്. അസുഖം വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനെക്കാട്ടി നമ്മൾ അസുഖത്തിന് മുമ്പേ കണ്ടുപിടിച്ചത് ബെറ്റർ ആണല്ലോ. അപ്പം ഇപ്പം നിങ്ങളുടെ ഒരു പബ്ലിക് പ്ലേസിൽ ഒരാൾ വന്ന് പെട്ടെന്ന് ചോദിക്കണേ, അർജൻറ്റാണ്, മൊബൈൽ വേണം, ഹെൽപ്പ് വേണം എന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര രീതിയിൽ ചിലപ്പോൾ അവർ ജെന്യൂൻ ആവാം, പക്ഷെ നമ്മളിതിപ്പം നമ്മളെ സൊസൈറ്റിയിൽ ഇങ്ങനെ നടക്കും. നമ്മളെങ്ങനെ തിരിച്ചറിയും ഇതിപ്പോൾ ജെന്യൂൻ ആണോ അല്ലേ എന്ന്? നമ്മളെങ്ങനെ ഒരാളെ മനസ്സുകൊണ്ടൊന്ന് സഹായിക്കും അല്ലേ? ഇപ്പം ജെന്യൂൻ അല്ലാത്ത ആണ് വരുന്നതെങ്കിൽ നമ്മളെങ്ങനെ സഹായിക്കും അല്ലേ? നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അത് വെച്ച് ജെന്യൂനിറ്റി കാണിക്കുന്നവർ കാണിച്ചാൽ മതി. ഇല്ല, ഇതൊക്കെ ഒരു കാണിക്കാൻ വരണ്ട. ഓക്കെ, ഇപ്പോൾ ഒരാൾ നമ്മളോട് വരണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ പറയാം, നിങ്ങൾ ഫോൺ ഒരിക്കലും ആ പുള്ളിക്കാരനോ പുള്ളിക്കാരിയോ ആരോ ആവട്ടെ വാട്ടോ, നിങ്ങൾ ഫോൺ കൈ കൊടുക്കാതിരിക്കുക. നിങ്ങൾ ആ മൊബൈൽ നമ്പർ, പുള്ളിക്കാരൻ പറയുന്ന മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിൽ സ്റ്റാറോ ഹാഷോ വേറെ ഒന്നും ഇതാവില്ല. നിങ്ങൾ തന്നെ മൊബൈലിൽ നമ്പർ ഡയൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതൊന്നാമത്തെ കാര്യം. 2, നിങ്ങളെ മുമ്പിൽ സ്പീക്കർ ഓൺ ചെയ്തിട്ട് മാത്രം സംസാരിക്കുക. എന്നുവെച്ചാൽ നിങ്ങൾ പറയാ, നിങ്ങൾക്ക് വിളിക്കാം, ഓക്കെ, പക്ഷെ ഫസ്റ്റ് നിങ്ങൾ നമുക്ക് ആരെയും ലുക്ക് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റൂല കേട്ടോ. എന്നാലും ഒന്ന് ജസ്റ്റ് വെരിഫിക്കേഷൻ പോലെ ഒന്ന് നോക്കി വെച്ചേക്കൂ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സെക്കൻഡ്, നിങ്ങൾ സ്പീക്കറിലിട്ട് നിങ്ങൾ തന്നെ മൊബൈൽ നമ്പർ ഡയൽ ചെയ്യണം. 2, നിങ്ങൾ തന്നെ സ്പീക്കറിലിട്ട് പുള്ളിക്കാരൻ സംസാരിക്കുന്നത് നോക്കണം. എന്താണ് പുള്ളിക്കാരി ഇപ്പോൾ അർജൻറ്റാണ്, ഈ സമയത്ത് വരണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കാനാണല്ലോ ഫോൺ ഇത് ചെയ്യണം. അത് രണ്ടാമത്തെ കാര്യം. 3, പുള്ളിക്കാരൻ ഈ പറയുന്ന കാര്യം, പുള്ളിക്കാരൻ്റെ മൊബൈൽ ഓഫ് ആണോ എന്ന് നോക്കി ആ പുള്ളിക്കാരൻ്റെ മൊബൈൽ ഒന്ന് ചെക്ക് ചെയ്താൽ കൊള്ളാം. ഇതിൽ ഏറ്റവും വലിയ കാര്യം, നിങ്ങൾ അടുത്തെങ്കിലും പബ്ലിക് സർവീസസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ പോലീസ് സ്റ്റേഷനോ അങ്ങനെ പബ്ലിക്കായിട്ട് എന്തെങ്കിലും നമ്മളെ ഗവൺമെൻറ് അതോറിറ്റിയോ ഹൈ ഒഫീഷ്യൽസോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ തൊട്ട് നിയർ ബൈ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. നിങ്ങൾക്ക് അവിടെ പോയി കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ എമർജൻസി ആണ്, നിങ്ങൾ നമ്പർ അറിയാമല്ലോ, നിങ്ങൾക്ക് പബ്ലിക് പോയി സർവീസ് നടത്താം. നമ്മളെ ഫോണിൽ നിന്ന് തന്നെ വിളിക്കണമെന്നില്ലല്ലോ, ആ പുള്ളിക്കാരൻ്റെ ആവശ്യമില്ല. അങ്ങനെ എന്തെങ്കിലും നിയർ ബൈയോ, ഇപ്പോൾ പാർക്കിലാണെങ്കിൽ പാർക്കിൻ്റെ ഒരു അതോറിറ്റി കാണുമല്ലോ. നമ്മൾ പാർക്കിലാണ് നിൽക്കുന്നത്, അപ്പോൾ ആ പാർക്കിൽ നമ്മൾ എൻട്രിങ് ചെയ്യുന്ന ഒരു അതോറിറ്റി കാണുമല്ലോ, ലാൻഡ് ലൈൻ കാണുമല്ലോ. അങ്ങനെ ഏതെങ്കിലും ഒരു അതോറിറ്റി ഉണ്ടെങ്കിൽ അവിടെ പോയി കോൺടാക്ട് ചെയ്യാൻ പറയണം. ഇത്രയും നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാതെ നിങ്ങൾ ഫോണ് കയ്യിൽ കൊടുക്കാൻ ഒരിക്കലും ചെയ്യരുത്. ഇപ്പോൾ ആരാവട്ടെ, ജെന്യൂൻ ആണെങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും ഫോണ് കയ്യിൽ കൊടുക്കരുത്. ഫോണ് കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾ പോകരുത്. അവർക്ക് ഒരു 2 മിനിറ്റ് മതി ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാൻ കോഡോ അവരിൽ ഇരിക്കുന്ന മൊബൈൽ വെച്ചൊന്ന് സ്കാൻ ചെയ്താലും മതി നിങ്ങളിൽ ആ ഹിഡൻ അല്ലെങ്കിൽ സ്പൈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ ഫോണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഹാൻഡ് ഓവർ ചെയ്യരുത്. നിങ്ങളെ കൈ വെച്ച് തന്നെ അഥവാ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ആണ് ഞാൻ പറഞ്ഞ, നിങ്ങൾ തന്നെ മൊബൈൽ നമ്പർ ഡയൽ സ്പീക്കർ ഇട്ട് സംസാരിക്കാൻ നോക്കുക. എന്നിട്ട് പബ്ലിക് അതോറിറ്റി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇൻഫോം ചെയ്യുക. ഇത്രയൊക്കെ നമുക്ക് പറ്റുന്ന ഉള്ള ഒരു പ്രിക്കോഷൻസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിനപ്പുറം ആർക്കെങ്കിലും അറിയാമെങ്കിൽ ദയവേത് കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്ക് കേട്ടോ. ഇതുപോലെ എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി, ഞാൻ ഈ ഫോളോ അപ്പ് ആണ് ചെയ്തത്. ആക്ച്വലി അത് ഓക്കെ ആയിരുന്നു, ജെന്യൂൻ ആയിരുന്നു എന്ന് വെച്ചു. പിന്നെ ഞാൻ ആലോചിച്ചു കേട്ടോ, ഇനി ID കാർഡൊക്കെ ചോദിച്ചാലോ എന്നൊക്കെ ചിന്തിച്ചു കേട്ടോ. പക്ഷേ ഞാൻ വിചാരിച്ച് വേണ്ട. ഇപ്പം എൻ്റെ അടുത്ത് വന്നൊരു ലേഡിയാണ് അപ്രോച്ച് ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ സ്പീക്കർ ഇട്ട്, ഞാൻ തന്നെയാണ്, എൻ്റെ ഫോണും ഞാൻ ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല എന്നാണ് സംസാരിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ആ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്തു. അതെന്തോ ബ്ലോക്ക് ചെയ്തോ ഇല്ലയോ അത് ചിലപ്പോൾ ഹാക്ക് ചെയ്യാം, പക്ഷെ ഞാൻ ആ നമ്പർ അത് കഴിഞ്ഞിട്ട് അങ്ങ് ബ്ലോക്ക് ചെയ്തു. അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇനി ഇതിനെക്കാട്ടി അപ്പുറം ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇതിലൊന്നും ഞാൻ വലിയ പ്രാവണ്യം കാണിച്ചിട്ടൊന്നുമല്ല വന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എനിക്കറിയാവുന്നതും ഉള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പബ്ലിക് പ്ലേസിൽ വരുമ്പോൾ ഒരു പേടി തോന്നും, അയ്യോ ഞാൻ കൊടുക്കണോ വേണ്ടേ എന്നൊക്കെ. അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് നമുക്ക് കൊടുക്കാം. നമ്മൾ മലയാളികളല്ലേ, നമ്മൾ സഹായിക്കാൻ പെട്ടെന്ന് മനസ്സ് തോന്നും. എനിക്ക് തോന്നും കേട്ടോ പെട്ടെന്നൊന്ന്, പക്ഷെ ഞാൻ ചിന്തിക്കും. എനിക്ക് അങ്ങനെ ഇപ്പം എല്ലാവരെയും അങ്ങനെ വിശ്വസിക്കാൻ പറ്റൂല. അപ്പം നമ്മളൊന്ന് ചിന്തിച്ചിട്ട് വേണം പ്രവർത്തിക്കാൻ. ഹെൽപ്പിംഗ് മൈൻഡൊക്കെ നല്ലതാണ്, പക്ഷെ നോക്കണം. പ്രത്യേകിച്ച് നമ്മളെ മൊബൈൽ കാര്യങ്ങൾ, നമ്മളെ പ്രൈവസി.
ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ലേഡീസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങളെ മൊബൈൽ ഫോൺ ആരും ഹാക്ക് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, നിങ്ങളെ ഫോൺ സേഫാണ്, എല്ലാം ഓക്കെ. എന്നാലും ഞാൻ നിങ്ങളുടെ ഒരു അഡ്വൈസ് പറയണം, ഒരിക്കലും നിങ്ങളെ ഫോണിൽ ന്യൂഡ് ഫോട്ടോസോ നിങ്ങളുടേതായ ഇത് അൺഡ്രസ്സിങ് വീഡിയോ അങ്ങനെ ഒന്നും നിങ്ങളെ പേഴ്സണൽ വീഡിയോ ഒന്നും സൂക്ഷിച്ച് വയ്ക്കരുത്. ഇൻ കേസ് നിങ്ങൾക്ക് പോലും ആണെങ്കിൽ പോലും നിങ്ങൾ ഫോണിൽ എടുത്ത് വയ്ക്കരുത്. ആരാണെങ്കിലും ഏത് രീതിക്ക് വേണമെങ്കിലും ഹാക്ക് ചെയ്യാം. അപ്പം നമ്മൾ കുറച്ചുകൂടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും നമ്മൾ ഫോണിൽ ദയവ് ചെയ്ത് യൂസ് ചെയ്യാതിരിക്കുക. അല്ലാതെ നിങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കണം നോക്കെ, നിങ്ങൾക്ക് നിങ്ങളൊരു പേഴ്സണൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊന്നും സേവ് ചെയ്തിരിക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും താങ്ക് യു. ബൈ.